എനിക്ക് കിടക്കെടുത്ത ഒരു വമ്പൻ രഹസ്യം പറയാനുണ്ട്. നമ്പർ ഇട്ട് നോക്കാം. രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആർ റോയ്. തീരുമ്പ പണിതരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറായ യദുവിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റോഷ്ന. ഇപ്പൊ ഉണ്ടായൊരു വിഷയമല്ല ഇത്. അല്ല എന്നാപ്പത് സംഭവം. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇദ്ദേഹമാണല്ലോ എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തു. എന്നിട്ട് റോഷ്ന ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ മോശമായി പെരുമാറിയ ഒരാളുടെ മുഖം ഒരു വർഷം കഴിഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അത് കൃത്യമായിട്ടും എങ്ങനെ ഊഹിച്ചെടുത്തു? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അത്ര മോശമായിട്ടാണ് അയാൾ ബിഹേവ് ചെയ്തത്. തലക്ക് സ്ഥിരമില്ലാത്ത സ്ത്രീയാണ്. ചൂടായതുകൊണ്ടും ബലം പ്രയോഗിച്ചോണ്ടൊന്നും കാര്യമില്ല. അല്പം ബുദ്ധി ഉപയോഗിച്ചാലേ കാര്യം നടക്കും. അയാൾക്ക് ചിലപ്പോ അത് ഓർമ്മ കാണണം എന്നില്ല. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. റോഷ്ന ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആംബുലൻസ് ഒക്കെ കേറി പാഞ്ഞു പോകുന്നത് പോലെയാണ് ആ വണ്ടി പോയിരുന്നത്. എന്റെ വണ്ടിക്ക് തട്ടിയോ എന്നുള്ളത് എനിക്ക് തന്നെ പേടിയായി പോയി. ഞാൻ അതുകൊണ്ട് അവിടെ വണ്ടി നിർത്തുകയാണ് ചെയ്തത് അവർക്ക് പോവാൻ വേണ്ടിയിട്ട്. ഭയങ്കരം തന്നെ. അവരുടെ ബസ്സിലിരുന്ന 2-3 യാത്രക്കാര് തലയിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, കാരണം എന്റെ വണ്ടി തട്ടിയോ എന്നറിയാൻ വേണ്ടിട്ട്. ഒക്കെ എല്ലാവരും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്ന് പറയൂ. ഈ 30-ാം തീയതി തുടങ്ങിയല്ലേ, ഇത്രയും ദിവസം അവരെവിടെയായിരുന്നു? ബസിന്റെ ആ ഫോട്ടോ കാണുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാവും ബസ് ഒരു ഇടത് സൈഡ് ഒതുക്കിയിട്ടേക്കണം. ബസിന്റെ അകത്ത് യാത്രക്കാരൊന്നും ഞാൻ കാണുന്നില്ല. ഏതോ ബസ് കംപ്ലൈന്റ് ആയിട്ട് ഒതുക്കിയിട്ടേക്കണതിന്റെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഇതാണ് ബസ്, ഇതാണ് ഏതു വന്നു പോയ ബസ്. ഈ കുന്നംകുളത്തിനടുത്തെത്തിയപ്പോൾ ഒരു KSRTC ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിച്ചു. ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഓവർടേക്ക് പോയി. വലിയ സ്പീഡിലായിരുന്നു പോയത്. താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവര് ആരോപിക്കുന്നത്. ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത്. കുന്നംകുളം വരെ പോവില്ല തൃശ്ശൂർ വണ്ടി. എങ്ങനെ ഇരിക്കണം? കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.